ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞു പോകുന്ന ഈ റിലേഷൻഷിപ്പിനെ പറ്റിയും പഴയ നാട് അതിന് எப்படி சொல்லுவோம் ஃபீல் குட் மூவி தான் ரொம்ப நல்லா இருக்கு ரொம்பவே நல்லா இருக்கு நான் வேறு எதுவும் പക്കയാണ് 96 ആ ഒരു ലെവലല്ല എന്നിരുന്നാൽ പോലും വേറൊരു പാറ്റേണാണ് സൂപ്പർ കാർത്തിക് ആൻഡ് അങ്ങനെ സി പ്രേംകുമാർ സംവിധാനം ചെയ്ത് നമ്മുടെ കാർത്തിയും അരവിന്ദ് സ്വാമിയും പ്രധാനമാശം വരുന്ന മെയ്യഴകൻ എന്ന റിലീസാണ്. സിനിമയിലാണെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. വൺ ടൈം കാണാം, കൊള്ളാം, ഫീൽ ഗുഡ് മൂവി. ഓ கார்த்திக் அரவிந்த் சுவாமி சூப்பர் படத்தில் த்ரோல் ரொம்ப நல்லா இருக்கும். படம் ஒரு மாதிரி எப்படி சொல்லுவோம் ஒரு ஃபீல் குட் மூவி தான், ரொம்ப நல்லா இருக்கு, ரொம்பவே நல்லா இருக்கு. நான் வேறு எதுவும் ரிவீல் பண்ண விரும்பல. ரொம்ப அந்த ஃபீல் குட் மூவி பார்க்குறவங்களுக்குலாம் ரொம்ப பிடிக்கும். കാർത്തിയോட അരവിന്ദ് സ്വാമിയുടെ ரொம்ப பர்ஃபெக்டாக ரொம்ப பர்ஃபெக்டாக നല്ല പടം കലിപ്പില്ല നൈസാണ് കൊള്ളാം. ഇതുവരെ കാർത്തിയുടെ ആക്ടിങ് ഉള്ളായിരുന്നു. നല്ല അടിപൊളി പടം, സൂപ്പറായി പടം. മെയ്യാൻ കൊള്ളാം, നല്ല സിനിമ. ഇമോഷണലാണ്, കുറച്ച് സ്ലോ ആണ്, എന്നാലും നല്ലൊരു കൺസെപ്റ്റാണ്, നല്ല പെർഫോമൻസ്. അല്ല, ഇത് ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞു പോകുന്ന ഈ റിലേഷൻഷിപ്പിനെ പറ്റിയും പഴയ നാട് അതിനുള്ള ആ ഒരു ഇമോഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. കാർത്തിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അല്ല, അങ്ങനെയല്ല, സാധാ ഒരു കൊമേഴ്ഷ്യൽ പടം അങ്ങനെയല്ല, കുറച്ച് ഡിഫറൻ്റ് ആണ്. ആ ഒരു മൂഡിലിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. BGM കൊള്ളായിരുന്നു. പാട്ട് വലുതായിട്ടൊന്നുമില്ല, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പാട്ടേ ഉള്ളൂ. ஃபேமிலியோட பார்க்கலாம். சூப்பர் கார்த்திக் அண்டு இவர் இன்னொருத்தர் அரவிந்த் சுவாமி சூப்பர் ஆக்டர். கதை அப்படியே அழகாக இருக்கும், பார்த்துக்கிட்டே இருக்கலாம். ഫാമിലിയോട് പോയി பார்க்கலாம். സിനിമ ഫീൽ ഗുഡ് പടമാണ്. ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ പക്കയാണ്. 96 ആ ഒരു ലെവലല്ല, എന്നിരുന്നാൽ പോലും വേറൊരു പാറ്റേണാണ്. കാർത്തിയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല, പൊളിയാണ്. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഈ പടം OTT വാച്ചങ്ങനെ പോലും നമുക്ക് അതിൻ്റെ അകത്തിരുന്ന് കാണുമ്പോഴേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. തിയേറ്റർ വാച്ചിന് പറ്റിയൊരു പടമാണ്. ഭയങ്കര ഫീൽ ഗുഡാണ്, വേറെ ഒന്നുമില്ല. ഫീൽ ഗുഡായിട്ട് ജസ്റ്റ് ഇരുന്ന് കാണാൻ പറ്റിയ പടമേ ഉള്ളൂ, അല്ലാതെ വേറെ ഭയങ്കരമായിട്ട് പറയാനോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഫീൽ ഗുഡ് പടമാണ്. പക്ഷേ രണ്ടൊരു കോമ്പിനേഷനും കാര്യങ്ങളും സ്റ്റോറി എല്ലാം കണക്ഷൻ ഉണ്ട്. നമ്മൾ തന്നെ സിനിമയ്ക്കകത്ത് കയറി പോകും പോലെ തന്നെ. ഫസ്റ്റ് ഹാഫ് പെട്ടെന്നാവും, സെക്കൻഡ് ഹാഫാണ് കൂടുതലുള്ളത്. പക്ഷേ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ജസ്റ്റ് ചെറുതായിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഇതാക്കായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കൊള്ളാം, നല്ലൊരു സിനിമ.